الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൈകളിലുള്ള സമ്പത്തും നമുക്ക് ദുനിയാവിലുള്ള സൗകര്യങ്ങളുമെല്ലാം നാം ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്നതോടുകൂടി നമ്മുടേതല്ലാതായി മാറുമെന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ എപ്പോഴും നമുക്ക് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകുന്നത് പോലെ മരണത്തിന് ശേഷമുള്ള നമ്മുടെ ഖബറിനെ കുറിച്ചും പരലോകത്തുള്ള നമ്മുടെ രക്ഷയെ സംബന്ധിച്ചുമൊക്കെ ഓർമ്മ വേണ്ടതുണ്ട്. അവിടേക്ക് വേണ്ടി ദുനിയാവിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുവാൻ നമുക്ക് സാധിച്ചാൽ, അതിനുള്ള മനസ്സും സന്നദ്ധതയും നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അത് നമുക്ക് തന്നെയായിരിക്കും ഉപകാരപ്പെടുക എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. റബ്ബിന്റെ മാർഗത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള ബൃഹത്തായ പദ്ധതികളിൽ ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് വഖഫ്. ഇന്ന് പല രൂപത്തിലുള്ള വിവാദങ്ങൾക്കത് വിഷയമായി കൊണ്ടിരിക്കുമ്പോൾ മതപരമായ ഒരു വിശ്വാസി വഖഫിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്.
പടച്ചറബിന്റെ പ്രീതിയും പ്രതിഫലവും കാംക്ഷിച്ചുകൊണ്ട് തന്റെ കയ്യിലുള്ള വിലപിടിച്ച സംഗതികൾ, ഉപകാരപ്പെട്ട സംഗതികൾ വിട്ടു നൽകുക എന്നതാണ് അതിന്റെ സാങ്കേതികമായ അർത്ഥം. അൽ വഖ്ഫു, വഖഫ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അൽ മൻ, തടഞ്ഞു വെക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഐ അൽ മൻഉ മിനത് തസറുഫി ഫീ ഹാദൽ മാലിൽ മൗഖൂഫ്, താൻ വഖഫ് ചെയ്യുന്ന സ്വത്തിൽ, ആ വസ്തുവിൽ ഇനി എന്റേതായ സ്വതന്ത്രമായ ഇടപെടലുകൾ ഉണ്ടാവുകയില്ല. ഞാനത് നൽകി, അത് ഇന്ന ഇന്ന വിഭാഗത്തിന് ഇന്ന ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് തീർച്ചപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റേതാണ് എന്ന് പറഞ്ഞ് എനിക്കോ എന്റെ വാപ്പയുടേതാണ് എന്ന് പറഞ്ഞ് എന്റെ അനന്തരാവകാശികൾക്കോ ഒന്നും ഇടപെടുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ പടച്ചറബിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് വിട്ടുകൊടുക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിന്റെ നിസ്സാരതയെ സംബന്ധിച്ചും അതിന്റെ അവസ്ഥകളെക്കുറിച്ചും പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ ഉണർത്തിയിട്ടുണ്ട്. അവിടെന്ന് പറഞ്ഞു, യഖൂലു ഇബ്നു ആദം മാലി മാലി, മനുഷ്യന്മാർ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ സമ്പത്ത്, എന്റെ സ്വത്ത് എന്നെങ്ങനെ പറയും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, വഹൽ ലക യബ്ന ആദം മിൻ മാലിക് ഇല്ലാ മാ അകൽത വ അഫ്നൈത്, അല്ലയോ മനുഷ്യ, നിനക്ക് നിന്റേത് എന്ന് പറയാൻ നീ തിന്ന് മുടിച്ച, നീ തിന്ന് കഴിച്ച സംഗതിയല്ലാത്ത വല്ലതും നിനക്കായിട്ടുണ്ടോ? ഔ ലബിസ്ത ഫഅബ്ലൈത്, അല്ലെങ്കിൽ നീ ധരിച്ച് നുരമ്പിപ്പോയ വസ്ത്രം അത് നിനക്ക് ഉപയോഗപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ, ഔ തസദ്ദഖ്ത ഫഅംളൈത്, അതല്ലെങ്കിൽ നീ നാളേക്ക് വേണ്ടി പടച്ചറബിന്റെ മാർഗത്തിൽ സ്വതക്കയായി കൊടുത്ത സംഗതി അതുമുണ്ട് നിനക്ക് എന്നല്ലാതെ വേറെ എന്താണ് നിന്റേത് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാനുള്ളത്? മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഔ അഅത ഫഖ്തന, നീ പടച്ചറബിന്റെ മാർഗത്തിൽ അള്ള ഇഷ്ടപ്പെടുന്ന വഴിയിൽ നീ ചെലവ് അഴിക്കുകയാണെങ്കിൽ, കൊടുക്കുകയാണെങ്കിൽ അത് നിനക്ക് കിട്ടി, നീ അത് നേടി. വമാ സിവാ ദാലിക ഫഹുവ ദാഹിബുൻ വതാരികുഹു ലിന്നാസ്, അതല്ലാത്ത എന്തെല്ലാം നിന്റേതായിട്ടുണ്ടെങ്കിലും, ഭദ്രമായ ഷെൽഫുകളിൽ നീ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും, അതേപോലെ ആസ്തിയുള്ള വലിയ വലിയ ബാങ്കുകളിലാണ് നിന്റെ ഡെപ്പോസിറ്റ് എങ്കിലും, നീ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് ശ്വാസം വലിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അതാരെങ്കിലും അടിച്ചുകൊണ്ടുപോകും, അല്ലെങ്കിൽ നീ തന്നെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് അനന്തരാവകാശമാക്കി വിട്ടേച്ചു പോവുകയും ചെയ്യും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബ ഇലൈഹി മിൻ മാലി, നിങ്ങളിൽ ആർക്കാണ് തന്റെ സമ്പത്തിനേക്കാൾ തന്റെ അനന്തരാവകാശികളുടെ സമ്പത്ത് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്? സ്വഹാബത്ത് എല്ലാവരും പറഞ്ഞു, പ്രവാചകരെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സമ്പത്തിനാണ് കൂടുതൽ താല്പര്യമെടുക്കുന്നവർ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് വിശദീകരിച്ചു കൊടുത്തു, തന്റേത് എന്ന് പറയാൻ ഈ പറഞ്ഞ രീതിയിൽ ചെലവഴിച്ചത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അനന്തരാവകാശികൾക്കുള്ളതാണ്. അപ്പൊ കുറെ ഉണ്ടാക്കണം, അത് അധികരിപ്പിക്കണം, ഇരട്ടിയാക്കണം എന്നെല്ലാം വിചാരിച്ച് അതിന്റെ പിന്നാലെ ഓടുന്ന ആളുകൾ തന്റെ കാര്യത്തിലല്ല ശ്രദ്ധിക്കുന്നത്. തന്റെ സമ്പത്തിനെയല്ല അയാൾ ഇഷ്ടപ്പെട്ടത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ ഈ നിമിഷം ശ്വാസം നിലച്ച് നമ്മളെ എല്ലാവരും കഫൻ ചെയ്ത് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ അവിടെ നമുക്ക് ഉപകരിക്കുന്ന സമ്പത്ത് അതാണ് നമ്മുടേത്. പരലോകത്ത് നമുക്ക് സഹായകമാകുന്ന സമ്പത്ത് സദഖയും സക്കാത്തും വഖഫുമൊക്കെയായി നാം നീക്കിവെച്ച സമ്പത്തുണ്ടെങ്കിൽ അതാണ് നമ്മളുടേത്. അതല്ലാത്തതെല്ലാം മരണത്തോടുകൂടി പിന്നെ ഒന്നും ദുനിയാവുമായി നമുക്കുള്ള ബന്ധമില്ലാതെയാകും, എല്ലാം ഡിസ്കണക്ട് ആയി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരാൾ ഈ ലോകത്ത് നിന്ന് ശ്വാസം നിലച്ച് അഥവാ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളല്ലാത്ത ഒന്നും അയാൾക്കുണ്ടാവുകയില്ല, അതുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നതാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖത്തുൻ ജാരിയ, താൻ ചെലവഴിച്ച നിലനിൽക്കുന്ന സ്വതക്കകൾ, തന്റെ മരണശേഷവും ആളുകൾക്ക് ഗുണം കിട്ടുന്ന നന്മയായി ശേഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ ഖബറിലേക്ക് അത് കിട്ടും, അയാൾക്ക് പരലോകത്ത് അത് പുണ്യമായി കിട്ടും. അതല്ലെങ്കിൽ ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, അയാൾ പഠിച്ച ദീനിയായ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല അറിവുകൾ അത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞുകൊടുത്ത് പുസ്തകങ്ങളായി എഴുതി അങ്ങനെയെല്ലാം ഉപകാരപ്പെടുന്ന അറിവ് അയാൾ ശേഷിപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതും അയാൾക്ക് കിട്ടുന്നതാണ്.
അതല്ലെങ്കിൽ ഔവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അയാൾക്കുണ്ടായ മക്കളെ മാന്യമായ രീതിയിൽ സംസ്കാരവും അതേപോലെ തന്നെ ദീനിയായ ബോധങ്ങളും തർബിയത്തും ഒക്കെ നൽകി വളർത്തിക്കൊണ്ടുവന്ന സ്വാലിഹായ സന്താനങ്ങളാണെങ്കിൽ ആ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും പടച്ച റബ്ബിനോട്, എങ്കിൽ ഖബറിൽ നമുക്ക് ആ മക്കൾ ഉപകരിക്കും, പരലോകത്ത് നമുക്ക് ഉപകരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെ സദഖക്ക് മാത്രമല്ല വഖഫിനും വേണ്ടി പ്രോത്സാഹിപ്പിച്ച നിരവധി വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്ത് ആൽ ഇംറാനിലെ 92-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് പ്രിയങ്കരമായ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതികളിൽ നിന്ന് ചെലവഴിക്കുന്നതുവരെയും പുണ്യം നേടി പരലോകത്ത് വിജയം വരിക്കാൻ പടച്ചറബിന്റെ പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കി സ്വർഗപ്രവേശനം സാധ്യമാക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കുവാൻ സന്നദ്ധരാകണം. എങ്കിൽ തീർച്ചയായും അത് ഗുണപ്പെടും. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം, നിങ്ങൾ ചെലവഴിക്കുന്ന ചെറുതും വലുതുമായ എന്തും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. ആരും അറിഞ്ഞില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ട്, റബ്ബ് അറിയുന്നുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദാ ഹസ്സും മിനല്ലാഹി ലിഇബാദിഹി അലൽ ഇൻഫാഖി ഫീ തുറുഖിൽ ഖൈറാത്ത്, നന്മയുടെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുവാൻ വേണ്ടി പടച്ച റബ്ബ് തന്നെ, ആ സമ്പത്ത് നൽകിയ റബ്ബ് തന്നെ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ. എന്നിട്ട് ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഒരു സംഭവം നടന്നത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയ സംഭവം ധാരാളക്കണക്കിന് സ്വഹീഹായ ഹദീസുകളിൽ വന്ന സംഭവമാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കാൻ, عن أنس بن مالك رضي الله عنه يقول كان أبو طلحة أكثر أنصاري بالمدينة مالا, മദീനയിൽ ധാരാളം സമ്പത്തുള്ള അൻസാരികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അൻസാരികളുടെ കൂട്ടത്തിൽ സമ്പന്നനായ, അവരുടെ കൂട്ടത്തിൽ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. വകാന അഹബ്ബ അംവാലിഹി ഇലൈഹി ബൈറൂഹ, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായത് ബൈറൂഹ എന്ന് പറയുന്ന തോട്ടമാണ്. അദ്ദേഹത്തിന് ഒട്ടേറെ തോട്ടങ്ങളുണ്ട്, ഒട്ടേറെ വിവിധങ്ങളായ സമ്പത്തുക്കളുണ്ട്. പക്ഷേ മസ്ജിദുൻ നബവിക്ക് അഭിമുഖമായിട്ടുള്ള ആ ഒരു തോട്ടം, വകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹ, ആ തോട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കടന്നു ചെന്നിട്ടുണ്ട്. വയശ്റബു മിമ്മാഇൻ ഫീഹ, അവിടെയുള്ള വെള്ളം കുടിച്ചിട്ടുണ്ട്, അവിടെയുള്ള പഴങ്ങൾ പറിച്ചു തിന്നിട്ടുണ്ട്. സന്തോഷത്തോടുകൂടി അബൂ ത്വൽഹ അഭിമാനമായി കൊണ്ടു നടന്ന ആ സമ്പത്ത്, ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ സംഗതിയിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നതുവരെയും പടച്ചറബിന്റെ പ്രീതിയും പൊരുത്തവും നേടി സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഫലമ്മാ നസലത്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറൂഹ, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്വത്ത് എന്റെ ഈ കാണുന്ന ബൈറൂഹ തോട്ടമാണ്. വഇന്നഹാ സദഖത്തുൻ ലില്ലാഹി അർജു ബിർറഹാ വദുഹ്റഹാ ഇൻദല്ലാഹി തആല, പടച്ചറബിന്റെ അടുക്കൽ പുണ്യമായി ശേഷിക്കുന്ന ഒരു സമ്പത്തായി ഇത് മാറാൻ, അതിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതാ അള്ളാഹ്ക്ക് ദാനമായി സദഖയായി കൊടുക്കുകയാണ്. അതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. പടച്ചറബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകൾ കൊടുക്കുന്ന ആ സദഖ, ആ ദാനം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, സബാഷ്, ദാക മാലുൻ റാബിഹ്, ദാക മാലുൻ റാബിഹ്, ഒരിക്കലും അബൂ ത്വൽഹ താങ്കൾ ആ കച്ചവടത്തിൽ നഷ്ടം പറ്റിയിട്ടില്ല, താങ്കൾക്കൊന്നും നഷ്ടപ്പെടുവാനില്ല. ദാക മാലുൻ റാബിഹ്, വളരെയധികം ലാഭകരമായ ഒരു ഇടപാടാണ് താങ്കൾ നടത്തിയിട്ടുള്ളത്. ദാക മാലുൻ റാബിഹ്, ആവർത്തിച്ചു പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അതേപോലെ മുസ്നദ് അഹ്മദിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രബലമായ ഒരു ഹദീസാണ്. ഇതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖൈബറിൽ സ്വത്ത് കിട്ടിയപ്പോൾ ആ ഭൂമി അള്ളാഹ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു, വഖഫായി കൊടുത്തു. ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ സഹാബിമാരിൽ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടായിരുന്ന ഒരാളും
അവർ നാളേക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് നീക്കി വെക്കാതെ വഖഫ് ചെയ്യാത്തവരായിട്ടുണ്ടായിരുന്നില്ല എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ലം യകുൻ അഹദും മിൻ അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂ മഖ്ദുറത്തിൻ ഇല്ലാ വഖഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ശേഷിയുള്ള കഴിവുള്ള ഒരാളും വഖഫ് ചെയ്യാത്തവരായി ഉണ്ടായിരുന്നില്ല. അതൊക്കെ എന്തെങ്കിലുമൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ അവർ ചെയ്തിരുന്നു എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ബിഅ്ർ റൂമ എന്ന് പറയുന്ന മദീനയിലെ ഒരു ജൂതന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വളരെ പ്രസിദ്ധമായ ഒരു കിണറുണ്ടായിരുന്നു. ആളുകൾ വെള്ളത്തിന് വേണ്ടി വില കൊടുത്ത് അതിൽ നിന്ന് വെള്ളം മുക്കി ഉപയോഗിച്ചിരുന്ന ആ ബിഅ്ർ റൂമ കിണർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആളുകൾ വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെട്ട സമയത്ത് ചോദിച്ചു, മൻ യശ്തരി ബിഅ്ർ റൂമ ഫയകൂനു ദൽവുഹു ഫീഹാ കദിലാഇൽ മുസ്ലിമീൻ. ആരെങ്കിലും ആ ബിഅ്ർ റൂമ എന്ന് പറയുന്ന കിണർ വില കൊടുത്ത് വാങ്ങുകയും തന്റെ ബക്കറ്റും മറ്റുള്ളവർക്ക് വെള്ളം മുക്കുവാനുള്ള അവസരവും കൊടുത്തുകൊണ്ട് പബ്ലിക്കാക്കി ആളുകൾക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന, വെള്ളം കുടിക്കുവാൻ പറ്റുന്ന ഒരു സ്രോതസ്സാക്കി മാറ്റി സദഖ ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫശ്തറാഹ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വില കൊടുത്തു വാങ്ങി എന്നാണ്. എത്രത്തോളം? 12,000 ദിർഹം അദ്ദേഹം അന്ന് കൊടുത്തു. എന്നിട്ട് ഒരു എഗ്രിമെന്റ്, ഞങ്ങളും നിങ്ങളും ഉപയോഗിക്കും, അഥവാ എല്ലാവർക്കും വിശ്വാസികളായ മദീനയിലെ മുസ്ലിങ്ങളായ ആളുകൾ അതിൽ നിന്ന് വെള്ളമെടുക്കും, നിങ്ങൾക്കും ഊഴം വെച്ചുകൊണ്ട് അതിൽ നിന്ന് വെള്ളമെടുക്കാം. പക്ഷെ അങ്ങനെ ദിവസങ്ങൾ പോയപ്പോൾ അയാൾക്കതൊരു പ്രയാസമായി. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ആളുകൾ എപ്പോഴും വന്ന് വെള്ളമെടുത്ത് അതെനിക്കൊരു പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി ആ കിണർ നിങ്ങൾ എടുത്തോളൂ. 8,000 ദിർഹം കൂടി, അഥവാ 20,000 ദിർഹം. ഇന്നല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇങ്ങനെ വിശ്വാസികൾക്ക് വെള്ളം കുടിക്കുവാനായി ബിഅ്ർ റൂമ ആര് സമ്പത്ത് കൊടുത്ത് വാങ്ങി സ്വതക്കയായി വഖഫായി നൽകുന്നുവോ ബിഖൈറിൻ ലഹു മിൻഹാ ഫിൽ ജന്ന, ഇതിനേക്കാൾ ഖൈറായ ഉത്തമമായ ഒന്ന് അയാൾക്ക് സ്വർഗത്തിൽ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന്, സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് 20,000 ദിർഹം കൊടുത്തുകൊണ്ട് പൂർണ്ണമായി വാങ്ങി വിശ്വാസികൾക്ക് കൊടുത്ത കിണറാണ് മദീനയിലെ ബിഅ്ർ റൂമ. അത് ഇന്നും ശേഷിക്കുന്നുണ്ട് എന്നാണ്. എത്രയോ ആളുകൾ 1400 വർഷങ്ങളുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. താബിഈങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. താബിഈങ്ങൾ, ഇമാമിയങ്ങൾ, പണ്ഡിതന്മാർ കുടിച്ചിട്ടുണ്ട്. വിശ്വാസികളൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം കുടിക്കുവാനുള്ള അവസരം ഒരുക്കിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് എത്രമാത്രം പുണ്യമായിരിക്കും കിട്ടുക. ഇതുപോലെ മുസ്ലിമിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരപ്രദമായ കെട്ടിടങ്ങൾ, തോട്ടങ്ങൾ, ചെറുതും വലുതുമായ സ്ഥലങ്ങൾ, വസ്തുക്കൾ, കിണർ, കുളം എന്ന് വേണ്ട എന്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫായി കൊടുത്താൽ വലിയ പുണ്യമാണ്, സമ്പാദ്യമാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അതേപോലെ പിൽക്കാലക്കാരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലർ വെള്ളം കുടിക്കുവാനുള്ള കിണർ കുത്തുമ്പോൾ ആ വെള്ളം മുക്കുവാനുള്ള ബക്കറ്റ് അതേ ഉള്ളൂ മറ്റേ ആളുകൾക്ക്, അവരത് വഖഫായി കൊടുക്കും. അതേപോലെ തന്നെ കുടിക്കുവാനുള്ള പാത്രങ്ങൾ അവിടെ വഖഫായി കൊടുക്കുന്ന രീതി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നമ്മുടെ സച്ചരിതരായ മുൻഗാമികളും ആ വഖഫിന്റെ വിവിധ രൂപങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ ഹതബസ ഫറസൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു കുതിരയെ വഖഫായി സമർപ്പിച്ചാൽ, ഈമാനം ബില്ലാഹി വ തസ്ദീഖൻ ബിവഅദിഹി, പടച്ചറബ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വിശ്വാസത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച സന്തോഷ വാർത്തകളെയെല്ലാം സത്യപ്പെടുത്തി, പടച്ചറബിന്റെ വാഗ്ദാനങ്ങളിൽ സംശയിക്കാതെ സത്യപ്പെടുത്തി ആരെങ്കിലും ഒരു കുതിരയെ റബ്ബിന്റെ മാർഗത്തിൽ സദഖയായി വഖഫായി നൽകിയാൽ, ഫഇന്ന ശിബഅഹു വറിയഹു വറൗസഹു വബൗലഹു ഫീ മീസാനിഹി യൗമൽ ഖിയാമ, ആ മൃഗം തിന്നു വയറ് നടക്കുന്നതും അത് കുടിച്ച് ദാഹം തീർക്കുന്നതും അത് കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതും എന്ന് വേണ്ട അതുമായി ബന്ധപ്പെട്ട എല്ലാം അയാൾക്ക് പുണ്യമായി നാളെ പരലോകത്ത് മീസാനിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. കേവലം നമ്മൾ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന സദഖ പുണ്യമുള്ള കാര്യമാണ്. അതേപോലെ നമ്മൾ വർഷത്തിൽ കൊടുക്കുന്ന നമ്മുടെ സക്കാത്തിന്റെ വിഹിതം പുണ്യമാണ്. പക്ഷേ അതെല്ലാം പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് എങ്കിൽ
വഖഫായി കൊടുക്കുന്നത് ഫീഹി നഫ്ഉൻ ദായിമുൻ ലിൽ ഫുഖറാ, പാവപ്പെട്ട ആളുകൾക്ക് നിരന്തരമായി നിലനിൽക്കുന്ന ഒരു ഉപകാരമായിരിക്കും. ആ ഒരു കെട്ടിടം, ആ ഒരു കുളം, ആ ഒരു കിണർ, അതേപോലെ എന്തും, ഒരു പള്ളി ഉണ്ടാക്കുകയാണ്, ഒരു മദ്രസ സ്ഥാപിക്കുകയാണ്, ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ ഒരു കോളേജ് ഉണ്ടാക്കുകയാണ്, അതേപോലെ തഹ്ഫീദ് ഖുർആൻ ഹൃദിസ്ഥമാക്കാനുള്ള സൗകര്യം നമ്മൾ പള്ളിയിൽ ഏർപ്പെടുത്തുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, ആ സംവിധാനം അവിടെ നിൽക്കുന്നിടത്തോളം കാലം അതിന്റെ പുണ്യം അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുവാൻ, പടച്ചറബിന്റെ മുന്നിൽ ദുആ ഇറക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദിക്ർ ദുആകൾക്ക് വേണ്ടി സമയം കണ്ടെത്തി വിശ്വാസികൾ വരുമ്പോൾ അവർക്ക് ഇരിക്കുവാനും ഇബാദത്തുകൾക്കുമായി ഒരു പള്ളി ഉണ്ടാക്കിയാൽ അവിടെ വീഴുന്ന ഓരോ സുജൂദും, ഓരോ റുകൂഉം, ഓരോ ദിക്റും, ഓരോ ദുആയും അതിന്റെ എല്ലാം പ്രതിഫലം അയാളുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. നമ്മുടെ ഈ പള്ളിക്കും വേണ്ടി പരിശ്രമിച്ച ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വിശദീകരിച്ചു, വഖഫിലൂടെ കിട്ടുന്നത് അദ്വമുൽ വുജൂദി ബഖാ, അത് ഏറ്റവും ഗുണപരമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു ദാനമാണ് എന്നാണ്. സക്കാത്തും സദഖയും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വഖഫിനുള്ള പ്രാധാന്യമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി, ചികിത്സക്ക് വേണ്ടി, ദീൻ പഠിക്കാൻ വേണ്ടി, ആരാധനകൾക്ക് വേണ്ടി ഒക്കെ വഖഫായി സമർപ്പിക്കുക എന്നത് ഇസ്ലാമിക സമൂഹം വലിയ പുണ്യമായി, നന്മയായി കണ്ട സംഗതിയാണ്. റോഡുണ്ടാക്കാൻ, പാലം കെട്ടാൻ എന്നിങ്ങനെ വേണ്ട സർവ്വ നന്മകൾക്കും, ദീനിയായ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുവാൻ, ആളുകൾക്ക് വായിക്കുവാൻ പുസ്തകങ്ങൾ നിങ്ങൾ എഴുതിത്തരുമോ, പ്രസിദ്ധീകരിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന സമ്പത്തുള്ള ആളുകൾ, അതേപോലെ ആളുകൾക്ക് ബോധവൽക്കരണം നടത്താൻ, ദീനിയായ ദഅവത്തിന്റെ നന്മ കൽപ്പിക്കുന്ന, അംറും ബിൽ മഅറൂഫിന്റെ നഹ്യുൻ അനിൽ മുൻകർ തിന്മകളെ വിരോധിക്കുന്ന ഉത്ബോധനങ്ങൾ നടത്താൻ എന്തു വേണം? സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ അറിയേണ്ടതില്ല, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ ഇസ്ലാമിക സമൂഹത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ടായപ്പോൾ ആ നന്മകൾ സമൂഹത്തിലേക്ക് വ്യാപകമായി അൽ ഔഖാഫു ലാ ഹദ്ദ ലഹാ മിൻ ജിഹത്തിൽ മനാഫിഅ. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വഖഫുകളിലൂടെ ഏതെല്ലാം രീതിയിലാണ് അതിന്റെ ഗുണം കിട്ടുക എന്ന് നിർണയിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാൽ, ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ടാക്കിയാൽ, അതിനൊക്കെ വഖഫായി സ്ഥലം കൊടുത്താൽ, പൈസ കൊടുത്താൽ അതിന്റെ പ്രയോജനങ്ങൾ എത്രയാണ് സഹോദരങ്ങളെ! അസംഖ്യം, നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ പറ്റാത്ത രീതിയിൽ ആളുകൾക്ക് ഉപകാരമായ നിരവധി പുണ്യമായി, നന്മകളായത് മാറുമെന്നാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് ഈജിപ്തിൽ വഖഫ് ചെയ്തൊരു സംഭവം ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. വഖഫുൽ ഹലീബ് എന്നാണ് അതിന്റെ പേര്. എന്താണ് സംഭവം? മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് വേണ്ടി 2 പാത്തികൾ വെച്ച് അദ്ദേഹം ഒരു പാനീയത്തിനുള്ള സംവിധാനം ഉണ്ടാക്കിയെന്നാണ്. ഒന്നിൽ ശുദ്ധമായ പാല്, പൈപ്പ് തുറന്നാൽ അവർക്ക് ശുദ്ധമായ പാല് കിട്ടും, മറ്റൊന്നിൽ ശുദ്ധമായ വെള്ളം. അങ്ങനെ അവർക്ക് കുടിക്കുവാനും അവരുടെ പിഞ്ചു മക്കൾക്ക് മുലയൂട്ടുവാനും ഒക്കെയായി ആ ഒരു സംവിധാനം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതേപോലെ യതീമകൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, നാനാവിഭാഗം ആളുകൾക്കും ഉപകാരപ്രദമായ സംഗതികൾക്ക് വഖഫ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ലോകത്ത് പ്രസിദ്ധമായ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഈ രൂപത്തിൽ വഖഫ് ചെയ്ത സംഗതിയാണ്. കേരളത്തിലും നിരവധി സ്ഥാപനങ്ങൾ, പള്ളിയാണ് എങ്കിലും ദീനിയായ മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും കോളേജും മദ്രസകളും ഖബർസ്ഥാനും ഒക്കെ വഖഫായി കൊടുത്ത ധാരാളക്കണക്കിന് ദീനി സ്നേഹികളായ സമ്പത്തുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആ സംരംഭങ്ങൾ ഒന്നും പാഴായ സംഗതികളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. ഒരാൾ തന്റെ മരണശേഷം ഖബറിൽ കിടക്കുമ്പോഴും 7 കാര്യങ്ങൾ, 7 മാർഗത്തിൽ അയാൾ ചെലവഴിച്ച സമ്പത്ത്, ആ പുണ്യം അയാൾക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താണ് പറഞ്ഞത്? 1, മൻ അല്ലമ ഇൽമ, ഒരാൾ നല്ല കാര്യങ്ങൾ, അറിവ് പകർന്നു കൊടുത്തു. ആ അറിവനുസരിച്ച് ആളുകൾ അങ്ങനെ ജീവിക്കുകയാണ്, നന്മകളുടെ വക്താക്കളായി തീരുകയാണ്. സൂറത്തുൽ ഫാത്തിഹ നമുക്കൊക്കെ അറിയാം. ആരാണ് സഹോദരങ്ങളെ അലിഫ് ബാ നമ്മളെ പഠിപ്പിച്ചത്? സൂറത്തുൽ ഫാത്തിഹ ആദ്യമായി നമുക്ക് ഓതിത്തന്നത് ആരാണ്? ആ ഓതിത്തന്ന ആൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തെയും ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനെയും ഒരിക്കലും മോശമായി കാണേണ്ടതില്ല. അങ്ങനെ നമ്മൾ റുകൂഇൽ ചൊല്ലുന്ന, സുജൂദിൽ ചൊല്ലുന്ന ദിക്റുകളും ദുആകളും ഒക്കെ ഏത് ഉസ്താദിൽ നിന്നാണ്, ഏത് മൊല്ലാക്കയിൽ നിന്നാണ്, ഏത് അധ്യാപകനിൽ നിന്നാണ് ആദ്യമായി പഠിച്ചത്? അൽഹംദുലില്ലാ, നമ്മൾ ഫർളും സുന്നത്തുമായി എല്ലാം ഇത്തരം ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർക്കതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ പുണ്യമാണ്. രണ്ടാമത് പറഞ്ഞത് ഔ അജ്റ നഹറ,
ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു നദി, ഒരു പുഴ, അത് ഉണ്ടാക്കാൻ, അത് കോലപ്പെടുത്താൻ, സൗകര്യപ്പെടുത്താൻ ആര് വിനിയോഗിച്ചോ, സമ്പത്തും ആരോഗ്യവും സമയവുമെല്ലാം ആര് വിനിയോഗിച്ചോ അയാൾക്കും ഖബറിലേക്ക് ആ പുണ്യം വന്നുകൊണ്ടിരിക്കുമെന്നാണ്. മൂന്നാമതായി പറഞ്ഞത് ഔ ഹഫറ ബിഅറ, ആളുകൾക്ക് വെള്ളമെടുക്കാൻ, വെള്ളം കുടിക്കാൻ ഒരു കിണർ കുത്തി കൊടുത്തു എങ്കിൽ അതിന്റെയും പുണ്യം അയാൾക്കുണ്ട്. ഔ ഗറസ നഖ്ല, ഒരു ഈത്തപ്പന അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകാരപ്രദമാകുന്ന ഒരു മരം, ഒരു വൃക്ഷം ഒരാൾ നട്ടു, അതിന്റെ തണൽ കിട്ടുന്ന ആളുകൾ, അതിന്റെ പഴങ്ങൾ ഭക്ഷിക്കുന്ന ആളുകൾ, മൃഗങ്ങൾ എല്ലാം അതിന്റെ പുണ്യം അയാൾക്ക് കിട്ടും, അയാൾ മരിച്ചുപോയാലും. ഔ ബന മസ്ജിദ, അല്ലെങ്കിൽ റബ്ബിന് സുജൂദ് ചെയ്യാൻ, ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളി നിലനിൽക്കുന്നിടത്തോളം കാലം അയാളുടെ ഖബറിലേക്ക് അയാൾ മരിച്ചാലും ആ പുണ്യം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഔ വറസ മുസ്ഹഫ, ഖുർആൻ ഓതാൻ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു മുസ്ഹഫ് വാങ്ങി ഒരാൾ വഖഫ് ചെയ്തു, പള്ളിയിലേക്കോ മദ്രസയിലേക്കോ അങ്ങനെ കൊടുത്താൽ അതിന്റെയും. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, താൻ മരിച്ചാലും തന്റെ കാലശേഷം തനിക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടുന്ന സ്വാലിഹായ ഒരു മകനുണ്ടെങ്കിൽ, മകളുണ്ടെങ്കിൽ അതും അയാളുടെ മരണശേഷം കിട്ടുന്ന സംഗതിയാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, വഖഫ് സ്വത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖൈബറിലെ സ്വത്ത് വഖഫായി സമർപ്പിക്കുമ്പോൾ കൊടുക്കുന്ന ഉപദേശങ്ങളിൽ കാണുവാൻ സാധിക്കും, ലാ യുബാഉ അസ്ലുഹ, അത് വിറ്റ് ഒഴിവാക്കാൻ പാടുള്ളതല്ല. വഖഫായി നൽകിയ ഒരു സംഗതി അത് പിന്നെ വിൽക്കാൻ പാടില്ല. വലാ യബ്താ, ആരെങ്കിലും വില കൊടുത്ത് വാങ്ങാനും പാടില്ല. വലാ യൂഹബ്, ആർക്കെങ്കിലും ദാനമായി കൊടുക്കുവാനും പാടില്ല. വലാ യുവരിസ്, ആർക്കെങ്കിലും അത് അനന്തരാവകാശമായി എടുക്കാനും പറ്റില്ല. എന്റെ വാപ്പ കൊടുത്താണ്, എനിക്കത് വേണം എന്ന് പറഞ്ഞ് മക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും അവകാശപ്പെട്ടതല്ല. അതിനേക്കാൾ ഉത്തമമായതിനു വേണ്ടിയല്ലാതെ അവിടെ ഉള്ളതിന് അസൗകര്യങ്ങളുണ്ട്, കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറിയാൽ അത് പൊളിച്ച് ഒന്നുകൂടി വിശാലമാക്കിയാൽ കുറെ കൂടി നന്മയുണ്ട് എന്ന് പറഞ്ഞാൽ ആ നന്മക്ക് വേണ്ടി പരിശ്രമിക്കാം എന്നല്ലാതെ വഖഫ് സ്വത്ത് കൈമാറ്റം ചെയ്യുവാനോ വാങ്ങുവാനോ വിൽക്കുവാനോ ദാനമായി കൊടുക്കുവാനോ ഒന്നും പാടില്ല. അത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി സ്ഥാപിച്ചതാണോ ആ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം എന്നതാണ് വഖഫുമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിയായ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിൽ വഖഫിനുള്ള സ്ഥാനവും പ്രാധാന്യവും അതിന്റെ പുണ്യവും ഒക്കെയാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ സങ്കടകരമായ, ദൗർഭാഗ്യകരമായ ചില സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞ് അതിന്റെ കടമ്പകൾ കടന്ന് അത് നിയമമായി പാസാക്കി വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈകാരികമായ എടുത്തുചാട്ടവും പ്രതിഷേധ പ്രകടനങ്ങളും വർത്തമാനങ്ങളും ഒന്നുമല്ല നമുക്ക് വേണ്ടത്. സോഷ്യൽ മീഡിയയിൽ കടന്ന് ഫേസ്ബുക്കിലും അതേപോലെ തന്നെയുള്ള അതിന്റെ വ്യത്യസ്തങ്ങളായ പ്ലാറ്റ്ഫോമുകളിൽ വൈകാരികമായ എന്തെങ്കിലും കുറിച്ച് രണ്ട് തെറി വിളിച്ചാൽ നമ്മുടെ അരിശം, നമ്മുടെ വികാരം ഒന്ന് ശമിച്ചേക്കുമെങ്കിലും അതുകൊണ്ട് യാതൊരു പുണ്യമില്ല, നന്മയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറിച്ച് ബുദ്ധിപരമായി പക്വതയോടുകൂടി ഇടപെടുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണം പ്രതികരിക്കുവാൻ, ഇടപെടാൻ. ഇവിടെ ആടിനെ പട്ടിയാക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. ആ പട്ടിയെ പിന്നീട് പേപ്പട്ടി എന്ന് വിളിച്ച്
മുദ്ര കുത്തുവാനും തല്ലിക്കൊല്ലുവാനും വേണ്ടി പ്ലാൻ ചെയ്ത് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിരപരാധിയായ നിഷ്കളങ്കമായ ആട്ടിൻകുട്ടിയെ പേപ്പട്ടി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന സാഹചര്യത്തിൽ പെട്ടുപോകാതിരിക്കാൻ വിശ്വാസികളായ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതിന് പകരം വികാര വിക്ഷോഭങ്ങളിലൂടെ ഈ ഉമ്മത്തിനും ആ വ്യക്തിക്കും യാതൊരു ഗുണവുമില്ല എന്നതാണ് തിരിച്ചറിയേണ്ട സംഗതി. നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ നിയമപരമായ പോരാട്ടമാണ് നമുക്ക് നടത്താനുള്ളത്. അൽഹംദുലില്ലാഹ്, സുപ്രീം കോടതിയിൽ അതിന്റെ നീക്കങ്ങൾ നമ്മൾ നടത്തിയപ്പോൾ, അപ്പീലുമായി പോയപ്പോൾ, ഇപ്പോൾ ഭരണപക്ഷം കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്ന ആ ബില്ലും അതിനുശേഷം വന്ന നിയമവുമൊക്കെ നിയമ പോരാട്ടത്തിലൂടെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും തയ്യാറായ സാഹചര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചപ്പോൾ, ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ബില്ലും നിയമവും എന്ന് ഉറക്കെ പറയാൻ, രാജ്യത്തിന്റെ സംസ്കാരത്തിനും പൈതൃകത്തിനും എതിരാണ് അതിന്റെ ഓരോ നിയമവ്യവസ്ഥയും എന്ന് ഉറക്കെ പറയാൻ, ന്യൂനപക്ഷ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് മുസ്ലിങ്ങളല്ലാത്തവർ കൂടി ഏറ്റുപറഞ്ഞ സാഹചര്യത്തിൽ സുപ്രീം കോടതി അതിന്റെ വിശദമായ വാദം കേട്ടുകൊണ്ട് ഇനി ആത്യന്തികമായ വിധി വരുന്നത് വരെയും എങ്കിലും നമുക്ക് ആശ്വസിക്കാവുന്ന, നമുക്ക് എന്ന് മാത്രമല്ല ഇന്ത്യക്കാരായ എല്ലാവർക്കും ആശ്വസിക്കാവുന്ന, സന്തോഷിക്കാവുന്ന രീതിയിൽ ചില ശുഭസൂചകമായ ഇടപെടലുകൾ നടത്തിയെന്നത് നാം തിരിച്ചറിയേണ്ട സംഗതിയാണ്. അതുകൊണ്ട് നിയമപരമായ പോരാട്ടം, അതിന്റെ കൃത്യമായ അറിവും വാദിക്കുവാൻ കെൽപ്പുമുള്ള വക്കീലന്മാർ വളരെ ആത്മാർത്ഥമായി ശബ്ദമുയർത്തി ആളുകൾക്കെതിരെ അത് ബോധവൽക്കരിക്കുമ്പോൾ, അത്തരത്തിലുള്ള കുതന്ത്രങ്ങളും അതേപോലെ ദുശക്തികളുമായിട്ടുള്ള ആളുകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ചില സത്ഫലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രതിപക്ഷം ഒന്നിച്ചു നിന്നു എന്നത് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. മുസ്ലിങ്ങളുടെ ഒരു കേസല്ല, അവർ നോക്കട്ടെ എന്നല്ല, ഇത് മുസ്ലിങ്ങളുടെ മാത്രം കേസല്ല, ഇന്ത്യയുടെ ഭാവിയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ വിഷയമാണ്, ന്യൂനപക്ഷങ്ങളുടെ വിഷയമാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, മതേതര സാഹചര്യത്തെ അതേ രീതിയിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകളടക്കം അതിനുവേണ്ടി അണിനിരന്നു എന്നത് നമ്മൾ നിസ്സാരമായി കാണേണ്ട സംഗതിയല്ല. അവരുടെ പരിശ്രമങ്ങളെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കരുത്. കോടതിയിൽ കണ്ടതും പ്രതീക്ഷ നൽകുന്ന സംഗതിയാണ് എന്ന് നമ്മൾ ഓർക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, എന്താണ് വഖഫ് എന്നത് സമൂഹത്തെ നിരന്തരം ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ഈ വാർത്തകൾക്കിടയിൽ കേട്ട അത്ഭുതകരമായ ഞെട്ടിപ്പുണ്ടാക്കുന്ന ഒരു സംഗതി, ഭരണപക്ഷത്തിലെ ഒരു MP പോലും JPC-യിലെ ചർച്ചയിൽ പറഞ്ഞത്, നമ്മുടെ ബഹുമാന്യനായ ഒരു MP കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അയാൾ പറയാൻ, ഭരണപക്ഷത്തെ ഒരു MP പറയാൻ, ഇപ്പോഴാണ് എന്താണ് വഖഫ് എന്ന് മനസ്സിലായത്. ഞങ്ങളൊക്കെ വിചാരിച്ചത്, പലരുടെയും മനസ്സിലുള്ളത്, സമാന്തര ഭരണ സംവിധാനമാണ് വഖഫ് എന്ന് പറഞ്ഞാൽ എന്നാണ്, സ്വത്ത് കൊള്ളയടിക്കുന്ന ഒരു സംവിധാനമാണ് എന്നാണ്, മറ്റ് മതസ്ഥരുടെ സ്വത്തും അവകാശങ്ങളും കയ്യേറുവാനുള്ള മുസ്ലിങ്ങളുടെ ബോധപൂർവമായ ഒരു പദ്ധതിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. മറിച്ച് പടച്ചറബിന്റെ പ്രീതി ആഗ്രഹിച്ച് സ്വന്തം സ്വത്ത് ഒരാൾ ദാനമായി വിട്ടുകൊടുക്കുന്ന, ആളുകളുടെ നന്മകൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു ദാനമാണ് എന്നത് ഭരണപക്ഷത്തെ പ്രമുഖരായ ആളുകൾക്ക് പോലും അവരുടെ തെറ്റിദ്ധരിപ്പിക്കലുടെ ഭാഗമായി അജ്ഞതയിലാണ്, അറിവില്ലായ്മയിലാണ് എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് പലതും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. അതിന്റെ പിന്നിലെ രാഷ്ട്രീയ അജണ്ടകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് പണ്ട് ബ്രിട്ടീഷുകാർ മുതൽ തുടങ്ങിയ കുതന്ത്രത്തിന്റെ രീതിയാണെങ്കിൽ, മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരനെയും വ്യത്യസ്തങ്ങളായ കമ്പാർട്ട്മെന്റുകളിലാക്കി അവരെ വേർതിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ തങ്ങളുടെ കസേര ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഭീകരവാദ തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാറ്റിനും ഉപരി ഏത് പ്രശ്നത്തിലും നമുക്ക് സമീപിക്കുവാനുള്ള പടച്ച റബ്ബിലേക്ക് നിഷ്കളങ്കമായ പ്രാർത്ഥനകളിലൂടെ, തവക്കുലിലൂടെ യഥാർത്ഥ മുഅ്മിനീങ്ങളായി പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടാൻ ആത്മാർത്ഥമായി റബ്ബിലേക്ക് നമ്മൾ തിരിയേണ്ടതുണ്ട്. ഖുർആൻ ചോദിച്ചതുപോലെ, ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത് പോലെ, സൂറത്ത് ആൽ ഇംറാനിലെ 160-ാമത്തെ ആയത്തിൽ, ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും,
അല്ല നിങ്ങളെ സഹായിക്കാൻ തയ്യാറായാൽ നിങ്ങളെ അതിജയിക്കാൻ, നിങ്ങളെ ഇല്ലാതെയാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വഇൻ യഖ്ദുൽകും, ആ റബ്ബ് നിങ്ങളെ കൈയൊഴിച്ചാലോ, ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി, പിന്നെ ആരാണ് നിങ്ങളെ രക്ഷിക്കാനുണ്ടാവുക? ആരാണ് നിങ്ങൾക്ക് ഒത്താശ പറയാനുണ്ടാവുക? അതുകൊണ്ട് റബ്ബിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ, പടച്ച റബ്ബിൽ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും അബദ്ധങ്ങളും തെറ്റുകളും വ്യക്തിപരമായി നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി റബ്ബിനോട് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടി ആ റബ്ബിന്റെ വഴിയിൽ നമ്മൾ തിരിച്ചു ചെന്നാൽ യഥാർത്ഥ വിശ്വാസികൾ പടച്ച റബ്ബിൽ ബരമേൽപ്പിച്ചുകൊണ്ട് അല്ല വിധിച്ചത്, അല്ല നിശ്ചയിച്ചതുപോലെ വരും. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ല ഇഷ്ടപ്പെടാത്ത ഒന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് പടച്ച റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് മാത്രം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും തേട്ടങ്ങളും സമർപ്പിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി, മുവഹ്ഹിദീങ്ങളായി, മുത്തഖീങ്ങളായി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ റബ്ബ് നമ്മളെ കൈയൊഴിക്കുകയില്ല. അപ്പോൾ ഈ പറയുന്ന നിയമങ്ങളും ഇതിനേക്കാൾ വലിയ പോക്കിരികളുമൊക്കെ ഈ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. അവരുടെ പതനവും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്രങ്ങളാണ് എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി ദീനിന്റെ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാകണം. അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ അറിവിലും പരിസരത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. اللهم انصر الإسلام والمسلمين، اللهم انصر من نصر الإسلام والمسلمين يا قوي يا عزيز يا رب العالمين. ربنا تقبل